This is day 6 of making money online in the freelancing journey. ആറാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ പറഞ്ഞ ഒരു ഇവൻറ്റ് തീർന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ 2 വീഡിയോ കാണുന്നവരായിട്ട് 2 ദിവസമായിട്ടൊരു വീഡിയോ കാണുന്നവരായിട്ട് അറിയാൻ പറ്റും. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്കിപ്പം കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാവും വീട്ടിലോട്ട് വരുമ്പം. ഇന്ന് ഒരു ഇവൻറ്റ് ഫിനിഷ് ചെയ്തു. അതിന് പിന്നെ നല്ലൊരു സ്റ്റുഡൻസിന് പറ്റിയൊരു വെരി ഗുഡ് ഇവൻറ്റ്. എനിക്ക് കുറേ നല്ല സെഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്ന് എൻ്റെ ടാസ്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ ഇവൻറ്റിന് പോയിരുന്നു. തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കുറേ ടൈം വേസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം എൻ്റെ ബേസിക് ഹാബിറ്റ്സ് റീഡ് ചെയ്തു, കുറച്ച് മെഡിറ്റേഷൻ ചെയ്തു, കുറച്ച് ജേർണൽ ചെയ്തു. ഇപ്പം വീഡിയോ കൂടെ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പം ഉറങ്ങാൻ പോവാണ്. അപ്പം വീഡിയോ കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം, ഇതും കൂടെ എടുത്തതിന് ശേഷം വേണം കിടന്നുറങ്ങാൻ. ഇപ്പം എൻ്റെ മൈൻഡ് എന്താ വരുന്നത്, ഞാൻ ശരിക്കും ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഓർത്ത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എന്തായാലും വീഡിയോ എടുത്തേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം ഓർത്ത് റീഡിങ്ങിനെ പറ്റി പറയാൻ ഓർത്ത്. പക്ഷെ പിന്നെ ഓർത്ത് എന്തായാലും ഞാൻ ആ ബുക്ക് വായിച്ച് തീർന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ലിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബുക്ക് മിക്കവാറും നാളെ മറ്റന്നാളെക്കുള്ളിൽ ആ ബുക്ക് തീരും. ആ ബുക്ക് വായിച്ച് തീരുമ്പോൾ ഞാൻ റീഡിങ്ങിനെ പറ്റി ഹൗ റീഡിങ് ചേഞ്ചസ് മൈ ലൈഫ് അല്ല റീഡിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്സിനെ പറ്റി ഇപ്പം ഞാൻ ജേർണലിനെ പറ്റി പറഞ്ഞു. പിന്നെ ഓർത്ത് ഇനി മെഡിറ്റേഷനെ പറ്റി എന്ന് പറയാം. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ്. ഇപ്പം മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ട്രെസ്സുകൾ റിഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സയൻറ്റിഫിക്കലി പ്രൂവണാണ് ഇങ്ങനത്തെ കുറേ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഗുണം. ഞാൻ പേഴ്സണലി മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും എൻ്റെ ഒരു മെഡിറ്റേഷൻ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കൊറോണ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞില്ല, ഡിസിപ്ലിൻ ഒന്നുമില്ല. ഇടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യും, ഇടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യൂല. പിന്നെ +1 +2 ഇടയ്ക്കും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തേക്കാളും ഫോക്കസ് ആ സമയത്തുള്ള മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 5 minutes or 7 minutes മെഡിറ്റേഷനെ ചെയ്യത്തുള്ളൂ. ആ സമയത്തൊക്കെ ഒരു 10 minutes 15 minutes ഒക്കെ പക്ക പ്യുവർ ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യും. ഈ മെഡിറ്റേഷൻ പലതരം മെഡിറ്റേഷൻ ഉണ്ട്. ചിലത് ഈ ഫോക്കസ്ഡ് മെഡിറ്റേഷൻ ഉണ്ട്. അതായത് നമ്മൾ പക്ക ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ് എന്നിപ്പം എന്തിനേയും വേണമെങ്കിലും ഫോക്കസ് ആക്കാം. അതിപ്പം എനിത്തിങ് ഓർ ഇപ്പം ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തപ്പം ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പം ആ ബ്രത്ത് ബ്രീത്ത് ഇൻ ഫോക്കസ് ചെയ്യും. ദെൻ ആ ഒരു 3-4 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യും. പിന്നെ ബ്രീത്ത് ഔട്ട് ആ ഒരു ഫുൾ ബ്രീത്തിങ് പ്രോസസ്സ് അത് മാത്രമേ മൈൻഡിൽ ഉണ്ടാകത്തുള്ളൂ. ബാക്കി ഇപ്പോൾ ഇൻ കേസ് വേറെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ആ ഒരു ഡിസ്ട്രാക്ഷനെ മാറ്റി അതിനെ മൈൻഡ് ചെയ്യത്തില്ല. കൂടുതലും ഈ ഒരു ബ്രീത്തിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്യും. ഇതിനെയാണ് ഫോക്കസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു മെഡിറ്റേഷൻ ഫോമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അതായത് ഇപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ ബോഡിയിലുള്ള ഫീലിങ്സിനെ പറ്റി, ഇപ്പം നിങ്ങളിപ്പം കൈകൾ വരക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഒരു ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ ഒരു മെഡിറ്റേഷൻ അല്ല, മൂപ്പർക്ക് അതിൻ്റെ വേറൊരു പേരാണ് പറയുന്നത് നോ സ്ലീപ്പ് റെസ്റ്റ്. ഒരു സംഭവമാണ്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അത് നല്ലൊരു എക്സസൈസാണ്. അതായത് ജസ്റ്റ് കണ്ണടയ്ക്കുക. അപ്പം പുള്ളി പറയും, ഇപ്പം ഫസ്റ്റ് നമ്മുടെ കാലിൽ ഫോക്കസ് ചെയ്യാൻ പറയും. പിന്നെ മെല്ലെ കാലിൽ നിന്ന് ഫസ്റ്റ് കാൽ ഫീറ്റ് ഉണ്ടല്ലോ, ഫീറ്റിൽ ഫോക്കസ് ചെയ്യും. ദെൻ നമ്മുടെ തൈസിൽ കാഫ്സിൽ ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ലോവർ ബോഡി ഫോക്കസ് ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വരും. സ്റ്റൊമക്കിലുണ്ടാകുന്ന ഫീലിങ്ങുകൾ ഫോക്കസ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഫീലിങ്സാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പം അങ്ങനത്തേനാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയാം. പിന്നെ വേറെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻ. ഇതിനടുത്തൊക്കെയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും അതുപോലെ തന്നെ ഈ ഒരു എന്താണ് പറയുക ഫോക്കസ്ഡ് മെഡിറ്റേഷനാണ് ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. മെഡിറ്റോ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആ ആപ്പിനകത്ത് പലതരം മെഡിറ്റേഷൻസ് ഉണ്ട്. അതൊരു ഒരു ഇതുവരെ മെഡിറ്റേറ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണ് മെഡിറ്റോ എന്ന് പറയുന്നത്. യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാം. അതിനകത്ത് ഒരുപാട് സെഷൻസ്, അതായത് ബേസിക് മെഡിറ്റേഷൻസിനെ പറ്റിയുള്ള സെഷൻസ് ഉണ്ട്. അതുപോലെ മെഡിറ്റേഷൻ മ്യൂസിക്സ് ഉണ്ട്. മെഡിറ്റേഷൻ മ്യൂസിക്സ് ഉപയോഗിച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യമൊക്കെ ഇപ്പം ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരു 10 minutes അല്ലെങ്കിൽ 8 minutes മെഡിറ്റേഷൻ മ്യൂസിക്കാണ് ഫോക്കസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇപ്പം കാമായിട്ടുള്ള ചില്ലിങ് ആയിട്ടുള്ള ഇപ്പം ബേർഡ്സിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ മറ്റേ ഈ റെയിനിങ് മഴ പെയ്യുന്നതിൻ്റെ ശബ്ദം, നാച്ചുറൽ സൗണ്ട്സ് ഉണ്ടാവുമല്ലോ.
സോ അതൊക്കെ ഒന്ന് ഒരു മ്യൂസിക് പോലെ ആക്കി ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഭയങ്കര റിലാക്സിങ് മ്യൂസിക്സ് ഉണ്ട്, ചിൽ മ്യൂസിക്സ് ഒക്കെ ഉണ്ട്. സോ അത് കേട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. സോ ഇഫ് യു ആർ എ ബിഗിനർ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അതൊരു നല്ലൊരു ഇതാണ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഫോക്കസ് മെഡിറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്നൊരു മ്യൂസിക്സ് കേൾക്കുന്നത് നല്ലതാണ്. സോ ഇപ്പം ഞാൻ മ്യൂസിക്സ് കേൾക്കാറില്ല. ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. പിന്നെ വേറെ ഒന്ന് വെച്ചാൽ നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്യുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ സോ ഇത് കൗണ്ട് ചെയ്യുക. ബ്രീത്തിങ് എത്രത്തോളം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതോ ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കൗണ്ട് ചെയ്യുക. സോ അങ്ങനെ നമുക്ക് ആ ഒരു ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഉറപ്പാണ്, കാരണം ഇന്ന് മെഡിറ്റേറ്റ് ചെയ്തപ്പം പോലും എനിക്ക് എൻ്റെ ഒരു 100% ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ ഇപ്പം 3-4 മാസമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 3-4 മാസമല്ല 2-3 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ഫോക്കസ് നമുക്ക് കിട്ടില്ല. അപ്പം എന്തായാലും നമ്മുടെ മൈൻഡ് ഫസ്റ്റ് ഇപ്പം ഈ ഒരു ബിഗിനർ ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൽ തോട്ട്സ് സ്വാഭാവികമായിട്ട് വരും. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ തോട്ട്സിനെ ലെറ്റ് ഇറ്റ് ഗോ. അതായത് തോട്ട്സ് വരും പോകും, ആ ഒരു മൈൻഡിൽ എടുക്കുകയുള്ളൂ. അതായത് അതിനെ ഇങ്ങനെ ആ തോട്ട്സിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണോ തോട്ട്സ് വരുന്നത് അതിനൊരു ബ്ലോക്ക് ആക്കിയിട്ട് അത് പിന്നെ ചിന്തിക്കാം. അത് നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം. ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കൊണ്ടുവരണം. അതൊരു ബിഗിനർ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇന്നത്തെ വീഡിയോക്കുള്ള കണ്ടന്റ് ആയെന്ന് വിചാരിക്കുന്നു. സോ ബൈ.